Hello, good morning. Number class we have seen that the how to find out the area of the parallelogram. നമ്മൾ എങ്ങനെയാണ് സാധാരണ റെക്ടാങ്കിളിൽ നിന്ന് നമ്മൾ പാരലോഗ്രാമിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. Now we are going to discuss about the area of rhombus. റോംബസിന്റെ ഏരിയനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay, fine. Good morning to all of you. Let's begin. Okay. So here area of rhombus. Okay. Now consider a rhombus. ഇതിൽ കൺസിഡർ ഒരു റോംബസ് കൺസിഡർ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന റോംബസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽസ് ഈക്വൽ ഡയഗണൽ ആയിട്ടുള്ള ഒരു റോംബസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു 6 സെൻറ്റിമീറ്റേഴ്സ് ഡയഗണൽ ഉള്ള 2 സൈഡ്സിലും 6 സെൻറ്റിമീറ്റേഴ്സ് ഡയഗണൽ ഉള്ള അതായത് രണ്ട് ഡയഗണൽസും 6 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ടുള്ള ഒരു റോംബസ് നമ്മൾ കൺസിഡർ ചെയ്തു. Here we have 6 centimeters here and 6 centimeters here. So when we draw the diagonals on this rhombus, we can find out there are small triangles. How many small triangles are there? Yes, 4 small triangles are there. 4 ചെറിയ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ട്രയാങ്കിൾസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഈ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താണ്? യെസ്, ഈ ട്രയാങ്കിൾസിനെ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ the two sides will be equal. അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ്. സോ we can call it as one triangle as what triangle? Yes, isosceles triangle. Isosceles triangle എന്ന് പറയാലോ നമുക്കിതിനെ, അല്ലേ? അപ്പോൾ ഇതിലെ ഐസോസ്ലെസ് ട്രയാങ്കിൾസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹിയർ the length of the isosceles sides, ഇവിടെ ഈ ട്രയാങ്കിളിന്റെ ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ ഐസോസ്ലെസ് സൈഡ്സിന്റെ സെന്റിമീറ്റേഴ്സ് എത്രയായിരിക്കും? ഹാഫ് ഓഫ് ദി ഡയഗണൽ, അല്ലേ? ഹാഫ് ഓഫ് ദി ഡയഗണൽ അല്ലേ? then what will be the length? Yes, it's 3 centimeters. Okay, അപ്പോൾ നമ്മൾ ഇവിടെ ഏരിയ ഓഫ് the square, area of ഈ സ്ക്വയറിന്റെ ഏരിയ അല്ലെങ്കിൽ ഈ റോംബസിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സ്മോൾ 4 ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ സം ആയിരിക്കും, അല്ലെ? അതർവൈസ് 4 into any one of the triangle. ഇതിൽ ഏതെങ്കിലും ഒരു ചെറിയ ട്രയാങ്കിളിന്റെ into 4 ആയിരിക്കും എന്ത് വരിക? ഒരു തന്നിരിക്കുന്ന സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത്. So here the area of the square is the 4 times of the small right angle triangle. നമുക്ക് ഓൾറെഡി അറിയാം ഒരു ട്രയാങ്കിളിന്റെ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ബി എച്ച് ആണ്, അല്ലെ? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. ബി എച്ച് എന്ന് പറയുമ്പോൾ അതിലെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ്സിന്റെ പ്രൊഡക്റ്റ്, ബിയും എച്ച് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. So the area of the triangle is equal to the perpendicular sides, the product of perpendicular sides and its half. And then the half of the products of perpendicular sides. Here we have 3 centimeters and 3 centimeters as B and H. Then the equation will be equal to the area of the triangle is equal to half into 3 into 3. Half into 3 into 3 means half into 9 means 4.5 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എന്താന്ന് കിട്ടി? 9/2 or 4.5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടി, അല്ലെ? Then the area of the square, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, area of the given square will be equal to 4 into a small triangle എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? So the area of this small triangle is we have already know that what's that? 4.5 centimeter square. Then the area of the square is equal to 4 into 4.5 centimeter. So here 4.5 we can write it as 9/2. So 4 into 9/2, 2 are cancelled, 2 and 4 are cancelled. Then the 4 will be equal to 2. So 4 into 9/2 will be equal to 2 into 9, which is equal to 18 centimeters square. Okay, വിചാരിക്കുന്നു, അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു സ്ക്വയർ നോക്കാം. അടുത്തൊരു ഡയഗണൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഗണല് 6 സെന്റിമീറ്റേഴ്സ് ആയിട്ടുള്ള ഒരു റോംബസ് ആണ് എടുത്തത്. നൗ വി ആർ കൺസിഡറിങ് എ diagonal
Now we are considering the rhombus with diagonals 5 centimeters each. Okay, so here is the rhombus and the diagonal with 5 centimeters. Okay, 5 centimeters, and there are two diagonals. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. Then what will be the side, what will be the measurement of isosceles sides? And isosceles sides the measurement എന്തായിരിക്കും? Yes, 2.5 centimeters. Half of 5 is equal to 2.5 centimeters. Here also the area of the square is 4 times of the small right angle triangle. നമ്മൾ ഇവിടെയും എന്താണ് ഏരിയ എന്ന് പറയുന്നത്, സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് സ്മോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 4 ടൈംസ് ആണ്. we have to find out the area of the triangle, no? So therefore the area of the triangle, as we all know, half BH. Here B and H are the perpendicular sides of that particular triangle. Here the triangle have 2.5 centimeters. So half BH will be equal to half into 2.5 into 2.5. So then the area of the square will be equal to 4 times of the area of the triangle, no? So 4 into half into 2.5 into 2.5. Then when we solve it, we get 4 into 25 by 8. Okay, so here 4 and 8 are cancelled, together we get 25 by 2, that means 12 centimeters square. So the area of the square we get as 12 centimeters square. Here ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരണം. അതായത് നമ്മൾ റോംബസിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരലോഗ്രാമിന്റെ ഇക്വേഷൻ പഠിച്ചു. എന്താണ് ഏരിയ ഓഫ് പാരലോഗ്രാം? L into H. അതുപോലെ നമുക്കൊരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫിഗറിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ 2.5 എന്ന് പറയുന്നത് എന്താണ്? ഡയഗണലിന്റെ ഹാഫ് ആണ്. ദാറ്റ് മീൻസ് d by 2. No? So ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു d by 2 into d by 2. Yes, no. So half into d by 2 into d by 2 means 1 by 8 into d square. D into d square. 1 into 2, 1 by 2 into 1 by 2 into 1 by 2 will be equal to 1 by 8. So 1 by 8 into d square. And it's the area of the triangle. Then what about the square? What about the area of the square? Square ന്റെ area എങ്ങനെയായിരിക്കും? 4 times ആയിരിക്കും. ട്രയാങ്കിളിന്റെ 4 times ആയിരിക്കും സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത്. So therefore the area of the square will be equal to 4 into 1 by 8 into d square. Then what about 4 and 1 by 8? It will be cancelled. No, so 4 and 8 are cancelled. Now we get 1 by 2 into d square, or half d square. So when we get ഒരു റോംബസ്, നമുക്കൊരു റോംബസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡയഗണൽസിന്റെ മെഷേഴ്സ് തന്നിട്ടുണ്ട്. ആ ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ then we can find out the area of the square or area of the rhombus. How can we find out? Half into d2 square. Half into d square, not d2 square. Half into d square. Okay. അപ്പോൾ എങ്ങനെയാണ് സെയിം ഡയഗണൽ ആയിട്ടുള്ള ഒരു റോംബസ് അല്ലെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? Now consider another rhombus. Okay, the area of the square is the half of the square of the diagonal. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനി ഇതിന്റെ പേരിൽ വേറെ നോട്ട് കിട്ടില്ല. ഇത് തന്നെ നിങ്ങൾ നോട്ടായിട്ട് എഴുതിയെടുക്കുക. വീഡിയോ പോസ് ചെയ്തിട്ടോ അങ്ങനെ നോട്ടായിട്ട് എഴുതിയെടുക്കുക. വേറെ നോട്ടുകൾ നിങ്ങൾക്ക് തരില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. Next we have to consider the rhombus with different diagonals. ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സെയിം ഡയഗണൽസ് അല്ല, രണ്ട് ഡയഗണൽസിന്റെയും മെഷർമെന്റ് ഈക്വൽ ആയിട്ടുള്ള, രണ്ട് ഡയഗണൽസിന്റെയും മെഷേഴ്സ് ഈക്വൽ ആയിട്ടുള്ള റോംബസിന്റെ ഏരിയ ആണ് കണ്ടുപിടിച്ചത്. Now we are going to find out the area of the rhombus with different diagonals. Okay, now consider this rhombus. Here we can find see that the diagonals are different. The diagonals are in different length. Here the diagonal is the longest diagonal and consider it as d1, and the shortest diagonal consider it as d2. Okay, അപ്പോൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുമ്പോൾ here also 4 triangles are there അല്ലേ, സ്മോൾ ട്രയാങ്കിൾസ് അല്ലേ. അപ്പോൾ ഇനി ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
Consider the above rhombus whose diagonals are different. Here the diagonals are d1 and d2. Then the area of the rhombus is equal to half into d1 into d2. ഇത്രയേ ഉള്ളൂ. എന്താണ്? Then the area of the rhombus is equal to half into d1 and d2. അപ്പോൾ ഒരു റോംബസിന്റെ ഏതെങ്കിലും ഒരു റോംബസ്, അതായത് ഡിഫറെന്റ് ഡയഗണൽസ് ആയിട്ടുള്ള റോംബസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? ആ ഡയഗണൽസിന്റെ ഹാഫ് ഓഫ് ദി പ്രോഡക്ട്സ് ഓഫ് ദി ഡയഗണൽസ്, ഹാഫ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽ. The area of the rhombus is the half of the product of the diagonals, that is half into d1 d2. നമുക്ക് ഇനി ഇതിന്റെ പേരിൽ നമുക്ക് രണ്ട് ഡ്രോയിങ് ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 4.5 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. ഡ്രോ എ സ്ക്വയർ ആണ് പറഞ്ഞിട്ടുള്ളത്. സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഗസ് ചെയ്യാം എന്തെന്ന്. സ്ക്വയറിന്റെ ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് വെച്ചിട്ട് ചെയ്താൽ മതി? ഏത് ഫോർമുല വെച്ച് ചെയ്താൽ മതി? ഹാഫ് ഡി സ്ക്വയർ എന്നുള്ള ഫോർമുല വെച്ച് ചെയ്താൽ മതി. ഹാഫ് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4.5 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. വി ഓൾറെഡി നോ ദാറ്റ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ ഇസ് ഈക്വൽ ടു half d square. Here the area of the square is given as 4.5 centimeter square. Then half d square is equal to 4.5. Half d square is equal to 4.5. When half ഇവിടെ 1/2 എന്നുള്ളത് ഈക്വലിന്റെ അതർ സൈഡിലേക്ക് പോകുമ്പോൾ ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ്. ബൈ 2 എന്നുള്ളത് into 2 ആയിരിക്കും അല്ലെ. Then d square will be equal to 4.5 into 2. 4.5 into 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4.5 into 2 is equal to 9. So d square is equal to 9. That is d. What is d? D is equal to root of 9. Root of 9. Root of 9 is equal to plus or minus 3. Root of 9 is equal to ഏതിൻ്റെ ഉള്ളിൽ, അതായത് root of 16 ആയാലും root of 16 will be equal to plus or minus 4. Root of 25 is equal to plus or minus 4. Root of 4 is equal to plus or minus 2. And root of 1 is equal to plus or minus 1. Etc. So we have root 9 is equal to plus or minus 3. Here നമ്മൾ ഒരിക്കലും ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്തിൽ എടുക്കില്ല? നെഗറ്റീവ് നമ്പറിൽ എടുക്കില്ല. ഓക്കെ, ഒക്കെ പോസിറ്റീവ് നമ്പറിലാണ് നമ്മൾ ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമ്മൾ ഇവിടെ റൂട്ട് 9 എന്ന് പറയുമ്പോൾ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് 3 ഉണ്ടെങ്കിലും നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം നമ്മൾ എപ്പോഴും എന്ത് എടുക്കുള്ളൂ? പോസിറ്റീവ് നമ്പേഴ്സേ എടുക്കുള്ളൂ. സോ വി ഹാവ് റൂട്ട് 9 ഈസ് ഈക്വൽ ടു 3. So that means d is equal to 3. അപ്പോൾ നമുക്ക് d ഒരു ഡയഗണൽ 3 ആയിട്ടുള്ള, അതായത് ഇവിടെ സ്ക്വയർ ആണ്, അപ്പോൾ 2 ഡയഗണൽസും എന്തായിരിക്കും? 3 ആയിരിക്കും. അങ്ങനെയുള്ള ഒരു എന്ത് വരയ്ക്കണം? ഒരു സ്ക്വയർ വരയ്ക്കണം. So we have the diagonals, no? So first we have to draw a diagonal with 3 centimeters and we have to draw a ബൈസെക്ടർ. ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 3 സെന്റിമീറ്റേഴ്സിനെ കറക്റ്റ് ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈൻ, അതാണ് ബൈസെക്ടർ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 3 സെന്റിമീറ്റേഴ്സിന്റെ പകുതിയിൽ കൂടുതൽ, 3 സെന്റിമീറ്റേഴ്സിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1.5, ദാറ്റ് മീൻസ് 1.5നേക്കാളും കൂടുതലുള്ള ഒരു ആർക്ക് എടുക്കണം കോമ്പസില്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ ഫസ്റ്റ് എൻഡില് കോമ്പസ് കുത്തിയിട്ട് ഇതിങ്ങനെ വരച്ചു കൊടുക്കണം, ഹാഫിൽ കൂടുതൽ എടുത്തിട്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ എൻഡിൽ നിന്നും വരയ്ക്കണം. ഇതുപോലെ തന്നെ താഴത്തെ എൻഡിൽ നിന്നും താഴത്തേക്കും വരയ്ക്കണം. നമ്മൾ മുകളിലേക്ക് വരച്ച പോലെ തന്നെ 2 എൻഡിൽ നിന്നും താഴത്തേക്ക് വരയ്ക്കണം. ഇനി ഇതിലൊരു കാര്യം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ കിട്ടിയിരിക്കുന്ന 2 പോയിന്റ്സ് ഉണ്ടല്ലോ, ആ 2 പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യണം. ആ 2 പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്രോസ് ചെയ്തിട്ട്, അതായത് ഒരു പ്ലസ് ഷേപ്പിലുള്ള ഒരു ഫിഗർ കിട്ടും. ആ പ്ലസ് ഷേപ്പില് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫിഗർ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ഈ ലൈനിൽ നിന്ന്, നമ്മൾ ആദ്യം വരച്ച ലൈനിൽ നിന്ന് കറക്റ്റ് 1.5 സെന്റിമീറ്റർ മേലേക്കും 1.5 സെന്റിമീറ്റർ താഴേക്കും രേഖപ്പെടുത്തണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? അതിൽ നിന്ന് നമുക്ക് ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ഫിഗർ കിട്ടും. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. Now we are going to the so here, what is the area of the largest rhombus that can be drawn inside a rectangle of side 6 centimeters and 4 centimeters? 6 centimeters 4 centimeters ഉള്ള ഒരു റെക്ടാങ്കിളിന്റെ ഉള്ളിൽ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റോംബസിന്റെ
റോംബസിന്റെ ഏരിയ എന്തായിരിക്കും എന്ന് ചോദിച്ചാണ്. അപ്പോൾ നമ്മൾ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ദ റോംബസ് ദാറ്റ് ഹാസ് ലാർജസ്റ്റ് ഡയഗണൽ ഹാസ് ദ ലാർജസ്റ്റ് ഏരിയ. ഏറ്റവും വലിയ എന്താണ് പറയുക, ഏറ്റവും വലിയ ഡയഗണൽ ഉള്ള റോംബസിനായിരിക്കും എന്തുണ്ടാവുക, ഏറ്റവും വലിയ ഏരിയ ഉണ്ടായിരിക്കുക. Here the sides of the rectangle is given as 6 cm and 4 cm. നമുക്ക് ഇവിടെ 6 cm 4 cm എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെക്ടാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. Then we can take this measurement of diagonals as, നമുക്ക് ഈ മെഷർമെന്റ് എന്ത് ചെയ്താൽ മതി, ഡയഗണൽസിന്റെ മെഷർമെന്റ്സ് ആക്കി എടുത്താൽ മതി. That means the diagonals, the measurement of diagonals as 6 cm and 4 cm. Then the area of rhombus. Area of rhombus എന്താണ്, half into d1 d2 ആണ്. Here d1 is equal to 6 and d2 is equal to 4. Then half d1 d2 equal to half into 6 into 4, which will be equal to half of 6 is equal to 3. Half of 6 is equal to 3. Then 3 into 4 is equal to 12 centimeters square. The area will always be written as written as centimeter square. Area will always be written as centimeter square because d1 and d2 there are two measurements. ഓക്കെ, ഇനിയിപ്പോൾ കൺസിഡർ ചെയ്യാണ് നമ്മളൊരു സ്ക്വയർ അല്ലെങ്കിൽ നമ്മളൊരു പാരലോഗിനെ കൺസിഡർ ചെയ്യുമ്പോൾ L into H there are two measures, രണ്ട് മെഷേഴ്സ് ആണുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ട്രയാങ്കിളിന്റെ ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബി, ഹാഫ് ഓഫ് ബി ഇൻറ്റു എച്ച്, ബിയും എച്ചും രണ്ട് മെഷർമെന്റ്സ് ആണുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ക്വയർ, ഓക്കെ, പിന്നെന്താണ് റെക്ടാങ്കിൾ എടുക്കുകയാണെങ്കിൽ L into B. L into B is ഏരിയ. സോ L into B എന്ന് പറയുമ്പോൾ അവിടെ എന്താ, രണ്ട് മെഷർമെന്റ്സ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ പവർ എന്തായി മാറും, 1 + 1 2 മാറും. സോ അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്, നമ്മളെപ്പോഴും ഏരിയ എന്ന് പറയുന്നത് സെന്റിമീറ്റർ സ്ക്വയറിൽ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ സ്ക്വയർ, അതായത് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും സെന്റിമീറ്റർ സ്ക്വയറിനോ മീറ്റർ, അതായത് യൂണിറ്റ് സ്ക്വയർ എന്നായിരിക്കും നമ്മൾ ഏരിയനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും നേരം കിട്ടിയിരുന്ന ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ 6 സെന്റിമീറ്റേഴ്സുള്ള ഒരു ഡയഗണൽ വരച്ചു, അതിന്റെ ബൈസെക്ട് ചെയ്തിട്ടുള്ള ലൈനിന്ന് 4 സെന്റിമീറ്റേഴ്സുള്ള ഡയഗണൽ വരച്ചു. എന്ത് ചെയ്യുക, ഈ ഡയഗണലിന്റെ ഈ 4 എൻഡ്സ് നമ്മൾ